ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന, അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, മുൻ പ്രധാനമന്ത്രി, ഇപ്പം മലയാളികളൊക്കെ ഭയങ്കരമായിട്ട് ഇന്ദിരയെ പൊക്കിയെടുക്കുന്നു. എമർജൻസിക്ക് ശേഷം വീണ്ടും കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു എന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യയുടെ ജനാധിപത്യം നശിപ്പിക്കാൻ ശ്രമിച്ച സ്ത്രീയാണ് ഇന്ദിരാഗാന്ധി. അവരുടെ മകൻ സഞ്ജയ് ഗാന്ധി ഡൽഹി നടത്തിയ ക്രൂരതയ്ക്ക് കയ്യും കണക്കുമില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമോ. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് മലയാളികൾ ഗാന്ധി കുടുംബത്തെ, ഇന്ദിരാഗാന്ധിയെ, ഈ പറയുന്ന സോണിയാഗാന്ധിയെ, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ കാണുന്നത്. ഇപ്പോൾ കോൺഗ്രസ് തന്നെ അടിയന്തരാവസ്ഥയെ തള്ളി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ശശി തരൂർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഒരു സോഷ്യലിസ്റ്റ് രീതിയിലാണ് ഇന്ത്യ പോയിക്കൊണ്ടിരുന്നത്. അതായത് ഇന്ത്യക്കാർക്ക് ഈ പൊതുവെ ഈ പറയുന്ന നാഷണലിസം കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നു. സത്യമായത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്കറിയാം, കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് നാഷണലിസം? അവർക്ക് ഇന്ത്യയെക്കാളും താല്പര്യം കൂടുതൽ ചൈനയാണ്. അവർ എത്രയോ പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. ഈ ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർക്ക് ഈ രീതിയിലുള്ള ഒരു സോഷ്യലിസ്റ്റ് നാഷണലിസം ആയിരുന്നു ഉണ്ടായിരുന്നത്. അല്ലാതെ ഒരു ദേശീയവാദി, അതായത് ഒരു പാട്രിയോട്ടിക് ഇന്ത്യൻ എന്നൊരു സംഭവം കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടില്ല. ബാക്കിയൊക്കെ ഈ പറയുന്നത് ചുമ്മാ പറയുന്നേ. അതിന് മാറ്റം വന്നത് മോദി വന്ന ശേഷമാണ്. ഇതിനെപ്പറ്റി ഞാൻ നേരത്തെയും വീഡിയോ പറഞ്ഞിട്ടുണ്ട്. മോദി ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഇന്ത്യയിൽ കൊടുത്തത് ഇന്ത്യയെ നാഷണലിസ്റ്റിക് ആയിട്ട്, അതായത് പാട്രിയോട്ടിക് ഇന്ത്യൻ ആയിട്ട്, പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന രീതിയിൽ ഇന്ത്യക്കാരൻ ഗ്ലോബലി ഇന്ത്യയിലും പറയാൻ തുടങ്ങി.